വെൽക്കം ബാക്ക്. സഫാരി വേൾഡ് തായ്ലൻഡ്. എന്താണ് സഫാരി വേൾഡ്? 450 ഏക്കർ ലാൻഡിലുള്ള ഒരു വൈൽഡ് ലൈഫ് പാർക്കാണ്. ഈ പാർക്കിനെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മറൈൻ പാർക്ക് ആൻഡ് ആനിമൽ പാർക്ക്. മറൈൻ പാർക്സിൽ ഡോൾഫിൻ ഉൾപ്പെടെ ഒത്തിരിയേറെ സീ ലയൺ അങ്ങനത്തെ മറൈൻ ആനിമൽസ് ഉണ്ട്. ആനിമൽ പാർക്കിൽ സിംഹം, കടുവ, പുലി, ആന, ചെന്നായ, ആട്ടുംകൂട്ടങ്ങൾ, ചെമ്മരിയാട് അതുപോലെയുള്ള കുറേ ആനിമൽസാണ്. ഒരു വൈൽഡ് ലൈഫ് എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഓരോ ആനിമൽസിനെ പ്രത്യേകം നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വളർത്തിയെടുക്കുകയാണ്. കാടിൻ്റെ ഒരു ഫീല് വരുന്നുണ്ടെങ്കിലും കാട്ടിൽ എല്ലാ ആനിമൽസും പ്ലാന്റ്സും ബേഡ്സും കൂടി ഒരു സന്തുലനമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ തികച്ചും ഒരു പ്ലേസിൽ ഒരു ആനിമൽസ് മാത്രമേ ഉള്ളൂ. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനോ കൂട്ടുകൂടുവാനോ ഇര തേടുവാനോ സാധിക്കുകയില്ല. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കുന്നു. അവർക്കാവശ്യമായ ഫുഡ് ഇവർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആക്റ്റീവ് ആയ ആനിമൽസ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, പക്ഷികളെല്ലാം കുളിച്ച് ഈറനണിഞ്ഞ് തൂവലുകളെല്ലാം ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്ലേസാണ്. വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. തായ്ലൻഡിൻ്റെ ക്യാപിറ്റലായ ബാങ്കോങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട ദ്വീപാണ്. കായലും കടലും കരയും കലർന്നതാണ്. ടൂറിസം കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ. തേളും അട്ടയും വെട്ടിലും പല്ലിയും പാറ്റയൊക്കെ ഇവർ തിന്നെന്ന് പറയുന്നു. അതെല്ലാം ഫ്രൈ ചെയ്ത് ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ കഴിച്ചില്ല. ഒത്തിരി ടെമ്പിൾസ് ബുദ്ധൻ്റെയൊക്കെ ആയിട്ട് ഗോൾഡൻ ടെമ്പിൾസ് ഒത്തിരി ഇവിടെയുണ്ട്. എങ്കിൽ തന്നെ ഏറ്റവും മനോഹരമായി തോന്നിയത് ഈ വൈൽഡ് ലൈഫ് ഏരിയയാണ്. വണ്ടിയിലിരുന്നു കൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കിളികളും പക്ഷികളും ആനിമൽസും സീ ലയണും ഡോൾഫിനൊക്കെ കൂടിയുള്ള ഈ സഫാരി വേൾഡ് അത്യധികം ആകർഷകവുമാണ്. വെയിലേക്കുമ്പോൾ മരങ്ങളുടെ ഷാഡോകൾ നിഴലുകൾ വരുന്നത് കാണാൻ അത്യധികം ഭംഗിയുണ്ട്. നീലാകാശവും പരന്നു കിടക്കുന്ന മണൽപ്പരപ്പും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മരങ്ങളും അതിനിടയിൽ കാണുന്ന വെള്ളക്കൂട്ടവും പക്ഷിമൃഗാദികളും ഇതിൻ്റെ ചാരുത ഒത്തിരിയേറെ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ വണ്ടിയിൽ പാസ് ചെയ്യുമ്പോൾ ഒട്ടും ബോറടിക്കാതെ തന്നെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ കാണാൻ സാധിക്കും. ഏകദേശം ഒരു ഹാഫ് സെക്ഷൻ 2-3 മണിക്കൂർ വേണം ഇത് ഫുൾ കണ്ടു തീർക്കാനായിട്ട്. എങ്കിലും ഈ വൈൽഡ് ലൈഫ് പാർക്ക് വളരെയധികം മനോഹരമാണ്. സീബ്രേനെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ അനിമൽസും പ്ലാന്റ്സും ബേഡ്സും ഒക്കെ കൂടിയ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമാണ്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ പിന്നാലെ ഞാൻ ഇടുന്നതാണ്. ഇഷ്ടമുള്ളവരെല്ലാം അത് തുറന്ന് കാണുകയും ഇഷ്ടപ്പെടുന്നവരെല്ലാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.